LIK ലവ് ഇൻഷുറൻസ് കമ്പനി. നമ്മുടെ പ്രദീപ് രംഗാനന്ദൻ അതുപോലെ തന്നെ SJ സൂര്യ, കീർത്തി ഷെട്ടിയൊക്കെ അഭിനയിച്ച ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് LIK എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ റിലീസിന് വന്നത് കഴിഞ്ഞ ദിവസമാണ്. എന്തായാലും 4 ദിവസം ആയിരിക്കുകയാണ് പടം റിലീസിന് വന്നിട്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. തമിഴ്നാട് നോക്കുവാണെങ്കിൽ സിനിമയ്ക്ക് 4ാമത്തെ ദിവസം ടോട്ടൽ 4 ദിവസം കൊണ്ട് 21,08,00,000 കർണാടക കളക്ഷൻ നോക്കുവാണെങ്കിൽ സിനിമയ്ക്ക് 3,01,00,000. തെലുങ്ക് സ്റ്റേറ്റിലൊക്കെ സിനിമയ്ക്ക് 5,84,00,000. കേരളത്തിലെ സിനിമയ്ക്ക് നിലവിൽ 4 ദിവസം കൊണ്ട് 56,00,000. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ 49,00,000. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 30,98,00,000. ഇനി ഓവർസീസിന്റെ കണക്കാണ്. ഇന്ത്യന്റെ വെളിയിലെ കളക്ഷൻ ആണ്. ഓവർസീസ് ഓൾമോസ്റ്റ് 9,51,00,000. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് 40,41,00,000. നല്ലൊരു ഹോൾഡ് സിനിമയ്ക്ക് 4ാമത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. 50 കോടിയിലോട്ട് എന്തായാലും ഈ ആഴ്ച അവസാനം സിനിമ ക്രോസ് ചെയ്യുന്നതാണ് വേൾഡ് വൈഡ്. ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 95 കോടിയാണ്. 4 ദിവസം കൊണ്ട് എന്തായാലും സിനിമയ്ക്ക് 40 കോടി കംപ്ലീറ്റ് ആവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ ഓൾമോസ്റ്റ് 39,50,00,000 കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട് ഷെയർ ഓൾമോസ്റ്റ് 10,38,00,000 അപ്രോക്സിമേറ്റ് ആയിട്ട്. വേൾഡ് വൈഡ് ഷെയർ 19 കോടി അതുപോലെ തന്നെ 44,00,000. ഇതുവരെയായിട്ട് നിലവിലെ സിനിമയ്ക്ക് 49% റിക്കവറി കിട്ടിയിട്ടുണ്ട് തിയേറ്ററുകളിൽ നിന്ന്. ബഡ്ജറ്റ് റിക്കവറി ഓൾമോസ്റ്റ് 20%. തമിഴ്നാട്ടിലെ തന്നെ ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായി നിൽക്കുന്നത് നമ്മുടെ തായ്ക്കളവി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു കോമഡി സിനിമയാണ്. മൊത്തം 46 ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ 83 കോടിനടുത്തേക്കാണ് ആ ഒരു സിനിമയിലെ കളക്ഷൻ. പിന്നെ തൊട്ട് താഴെ പരാശക്തി ഉണ്ട് 83 കോടിയായിട്ട്. അതിന്റെ തൊട്ട് താഴെ യൂത്ത് എന്ന് പറഞ്ഞ നമ്മുടെ കെൻ അഭിനയിച്ച സിനിമയുണ്ട്. അതിപ്പോൾ നിലവിലെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ഇന്ന് മുതൽ വിഷു പ്രമാണിച്ച്. ആ സിനിമയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 26 ദിവസം കൊണ്ട് 75 കോടിനടുത്താണ് കളക്ഷൻ. പിന്നെ തൊട്ട് താഴെ TTT എന്ന് പറഞ്ഞ സിനിമയുണ്ട്. 41,24,00,000 അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് LIK സിനിമ നിൽക്കുന്നത്. 4 ദിവസം കൊണ്ട് 40 കോടി 41,00,000. എന്തായാലും പ്രദീപ് രംഗാനന്ദന് മറ്റൊരു സിനിമയിൽ 100 കോടി എടുക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് ഈ വർഷം കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്റ്റോക്ക് സുരേഷ് ചാനൽ കളക്ഷൻ അപ്ഡേറ്റിലായിട്ടും മറ്റ് സിനിമാ വാർത്തകൾക്കായിട്ടും LIK കണ്ടവരാണെങ്കിൽ മറക്കാതെ ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക.